ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. അപ്പോൾ റീസെൻ്റ്ലി ഒരു കമൻറ്റ് കണ്ടിരുന്നു, എൻ്റെ ഫിസിക്കൽ TBR കാണാൻ ആഗ്രഹമുണ്ടെന്ന്. സോ അതാണ് ഈ വീഡിയോ, ഷോയിങ് മൈ ഫിസിക്കൽ TBR. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 100 ബുക്സോളം ഉണ്ട്. അതിൽ കുറേയൊക്കെ നാട്ടിലാണുള്ളത്, ബാക്കി ഒരു 42 ബുക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഈ വീഡിയോ രണ്ടായിട്ടാണ് ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹൈ പ്രയോറിറ്റി ഫിസിക്കൽ TBRും ലോ പ്രയോറിറ്റി ഫിസിക്കൽ TBRും. ഹൈ പ്രയോറിറ്റിയിലുള്ളത് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നു, യാതൊരു ഉറപ്പില്ല. ബട്ട് സ്റ്റിൽ അതാണ് എനിക്ക് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റത്തെ സീരീസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പൈൽ ഓഫ് ഷെയിമാണ്. കാരണം എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലമായിട്ട് വായിക്കാത്തതെന്ന്. 6 of Crows ഞാനൊരു 2 ടൈമെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഒരു കാര്യമായിട്ട് സ്റ്റോറി എത്തുന്ന ഭാഗം എത്തുമ്പോഴേക്കും ഞാൻ DNF ചെയ്യും. എന്താണെന്നറിയില്ല, എന്നെ ഭയങ്കരമായിട്ട് ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന ഒരു സീരീസാണ്. കാരണം കൂടുതൽ ഹൈപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് അത് എനിക്ക് ഇഷ്ടമാവൂ എന്നൊക്കെയുള്ള ഫീലിങ്സ് എൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും എനിക്ക് ഇതുവരെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇതാണ് എൻ്റെ ഹൈ പ്രയോറിറ്റി 1. ഞാൻ ഇക്കൊല്ലം തന്നെ എങ്ങനെയായാലും വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ലാസ്റ്റ് മിസ്സസ് പാരിഷ്. ഇത് ഞാൻ എൻ്റെ 25 ബുക്സ് ഇൻ 2025 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും ഇക്കൊല്ലം വായിക്കണം. ആൻഡ് ഇത് ഞാൻ എന്തായാലും വായിക്കാൻ പോകുന്ന ഒരു ബുക്ക് തന്നെയാണ്, അതുകൊണ്ടാണ് ഇത് ഹൈ പ്രയോറിറ്റിയിലുള്ളത്. ആൻഡ് ദിസ് ഇസ് എ ത്രില്ലർ. നെക്സ്റ്റ് വൺ ഈസ് സേലംസ് ലോട്ട്. ഇത് ഞാൻ കുറേ കാലമായി സ്റ്റീഫൻ കിങ്ങിൻ്റെ ഈ ബുക്ക് വായിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഈ കോപ്പി എന്ന് പറയുന്നത് ഭയങ്കര ഓൾഡ് കോപ്പിയാണ്. ബട്ട് സ്റ്റിൽ ചില ഓൾഡ് കോപ്പീസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം നമുക്ക് ആ ഒരു പഴയ ഒരു വൈബും ആ ഒരു ഇതുണ്ടാവും. അത് ഫിസിക്കൽ ബുക്സ് വായിക്കുന്നവർക്ക് മനസ്സിലാവും. ആ ഒരു സ്മെല്ലും പിന്നെ ആ ഒരു ഇതുപോലെ യെല്ലോയിഷ് ആയിട്ടുള്ള പേജസും. അപ്പോൾ നമുക്ക് എന്ത് തന്നെ ഈ ബുക്കിന് എന്ത് സ്പൈൻ ക്രാക്ക് ചെയ്താലും എന്ത് ചെയ്താലും നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ഇത് വായിക്കുമ്പോൾ. സോ അതാണ് എൻ്റെ നെക്സ്റ്റ് വൺ. അടുത്തതും ഈ പറഞ്ഞ പോലെ ഒരു സീരീസാണ്, എൻ്റെ ഒരു പൈൽ ഓഫ് ഷെയിം സീരീസാണ്, വിച്ച് ഇസ് മിസ്ബോൺ സീരീസ്. ഒരുപാട് കാലമായി ഞാൻ ഇത് വാങ്ങി വെച്ചിട്ട് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല. ഇതും ഞാൻ ഇക്കൊല്ലം എങ്ങനെയെങ്കിലും വായിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിവേ ഐ എം പ്ലാനിങ് ടു റീഡ് ദിസ് ഇയർ ഹോപ്പ്ഫുള്ളി. അപ്പോൾ അതാണ് എൻ്റെ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ഇസ് റബക്ക ബൈ ഡാഫ്നെ ഡു മോറിയർ. ഇതും ഞാൻ എൻ്റെ 25 in 2025 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എനിക്ക് വായിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും ഇക്കൊല്ലം തന്നെ വായിക്കും എന്ന് ഉറപ്പുള്ള ഒരു ബുക്കാണിത്. സോ ഹോപ്പ്ഫുള്ളി ഐ വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്. ദ നെക്സ്റ്റ് വൺ ഒരു ക്ലാസിക്കാണ്, ജെയിൻ എയർ. ഇത് എനിക്ക് അറിയാം, ഞാൻ വായിച്ചു കഴിഞ്ഞത് ഞാൻ എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ എന്തുകൊണ്ടോ എന്നറിയില്ല ഞാനിത് സ്റ്റാർട്ട് ചെയ്യാത്തത്. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് വൺ. ദ നെക്സ്റ്റ് വൺ ഇസ് സ്റ്റീഫൻ കിങ്സ് സെൽ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇക്കൊല്ലം വായിക്കണം. കാരണം എനിക്കൊരു വീഡിയോ പ്ലാൻ ഉണ്ട് ഇത് വെച്ചിട്ട്. സോ അത് എൻ്റെ ഹൈ പ്രയോറിറ്റിയിലുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ ഇസ് ദ 13th Tale. ഇതും 25 in 2025 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡാർക്ക് അക്കാഡമിയ ബുക്കാണ്. സോ ഒരു ക്ലാസിക് കൈൻഡ് ഓഫ് ബുക്കാണ്. സോ ഡെഫിനറ്റ്ലി വിൽ റീഡ് ദിസ് വൺ. ദ നെക്സ്റ്റ് വൺ ഇസ് നോർമൽ പീപ്പിൾ ബൈ സാലി റൂണി. ഇതും ഞാൻ ഇക്കൊല്ലം വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര ഷോർട്ടാണ്. സോ ഓഫ് കോഴ്സ് ഐ ക്യാൻ റീഡ് ഇറ്റ് ഈസിലി. ദ നെക്സ്റ്റ് വൺ ഇസ് റിമൈൻഡേഴ്സ് ഓഫ് ഹിം ബൈ കൊലിൻ ഹൂവർ. ഐ നോ കൊലിൻ ഹൂവറിൻ്റെ ബുക്സ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. സോ ഇത് ഈസിലി വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം പറ്റുകയാണെങ്കിൽ തുടങ്ങും. ദ നെക്സ്റ്റ് വൺ ഇസ് ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ. ഇത് ഞാൻ ഒരുപാട് കാലമായി വായിക്കണം എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ആഗ്രഹമുണ്ട് വായിക്കാൻ. ബട്ട് ആ ഒരു വീഡിയോ കോണ്ടന്റിന് വേണ്ടിയിട്ട് ഇതുവരെ ഇത് ഒന്നിലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇനി ക്ലാസിക് വായിക്കുന്ന ഒരു വീഡിയോ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് വായിക്കുന്നതായിരിക്കും. ദ നെക്സ്റ്റ് വൺ ഇസ് സ്റ്റീഫൻ കിങ്സ് ബില്ലി സമ്മർ. ഇതും ഞാൻ കുറച്ചായി വാങ്ങിച്ചിട്ട് ആൻഡ് ഐ എം പ്ലാനിങ് ടു റീഡ് ദിസ് ഇയർ. ദ നെക്സ്റ്റ് വൺ ഇസ് ഹൈ പ്രയോറിറ്റി പ്രൊജക്ട് ഹെയിൽ മേരി. എന്തായാലും ഞാൻ ഇക്കൊല്ലം വായിക്കാൻ വിചാരിച്ചതിൽ ഉള്ള ഒരു ബുക്കാണ്. ഐ റിയലി ലവ് മാർഷ്യൻ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ എൻജോയ് ചെയ്യുന്ന അറിയാം. ബിക്കോസ് ഇത് അത്രയും ഹൈപ്ഡ് ആയ ഒരു ബുക്കായിരുന്നു. സോ ഓഫ് കോഴ്സ് ഐ റിയലി ഡു വാണ്ട് റീഡ് സംതിങ് അബൌട്ട് സ്പേസ്. എനിക്ക് വായിക്കാൻ ഇപ്പം തന്നെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസിൻ്റെ മിഡിലായതുകൊണ്ട് തന്നെ ഐ ഹാവ് ടു കൺട്രോൾ. സോ ഇതും ഹൈ പ്രയോറിറ്റിയാണ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഫ്രാൻസിസ് ഇട്ടിക്കോര. ഇതും പ്രയോറിറ്റിയാണ്. സോ ഇത് ഞാൻ ഇക്കൊല്ലം വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കൊരു വീഡിയോ ഐഡിയ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തും.
നൗ ദ നെക്സ്റ്റ് വൺ ഇസ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതും എൻ്റെ ഒരു ഹൈ പ്രയോറിറ്റിയിലുള്ളതാണ്. കൂടെ ഒരിക്കൽ ബൈ എൻ മോഹനൻ. ഇത് രണ്ടും ഞാൻ ഒരു വീഡിയോ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഹൈ പ്രയോറിറ്റിയിൽ വരുന്നത്. ഇനിയൊക്കെ എൻ്റെ ലോ പ്രയോറിറ്റിയിലാണ്. സോ ഐ ഡോണ്ട് നോ എന്നാണ് അതൊക്കെ ഞാൻ വായിച്ച് തീരാന്ന് ഒരു ഉറപ്പില്ല. ബട്ട് ഐ വിൽ ജസ്റ്റ് ഷോ യു ഗൈസ് എൻ്റെ ലോ പ്രയോറിറ്റി വൺസ്. 9th House ബൈ ലീ ബാർഡുഗോ. ഇതിൻ്റെ 2 ബുക്കും എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഇത്രയും വായിച്ച് DNF ചെയ്തതാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ലീ ബാർഡുഗോന്റെ ബുക്ക്. എന്നെ ഭയങ്കരമായിട്ട് ഇന്റിമിഡേറ്റ് ആക്കും. എനിക്ക് ആ ഒരു എന്താ പറയുക, അതിലുണ്ട് ലയിക്കാൻ കുറച്ച് പാടാണ്. ഒന്നാമത് ഫാൻറ്റസി ഇതുപോലെ ഭയങ്കര പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ബുക്കുകളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ലെവല് കുറച്ച് കൂടുതൽ വേണം. പോപ്പി വാർ സീരീസ് ബൈ RF Kong. ഇതിന്റെ ഫസ്റ്റ് ബുക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഫസ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഇഫ് ഐ ലവ് ഇറ്റ് ഐ ബൈ ദ നെക്സ്റ്റ് 2 ബുക്സ്. സോ ഇതെനിക്ക് ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഐ നോ ഐ ലവ് ഇറ്റ്. കാരണം RF Kong എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ഓതറാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഹോബിറ്റ്. അപ്പോൾ ലോർഡ് ഓഫ് റിങ്സ് ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഇതിൻ്റെ 3 ബുക്സും ഉണ്ട്. ഐ മീൻ 4 ബുക്സും ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് വായിക്കണം എന്നുണ്ട്. എന്നിട്ട് അത് ബട്ട് കൈൻഡ് ഓഫ് ഇൻറ്റിമിഡേറ്റിംഗ് ആണ് ബിക്കോസ് ദിസ് ഇസ് ഡാർക്ക് ആൻഡ് ഹാർഡ് ഫാൻറ്റസി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഫയർഫ്ലൈ ലെയിൻ ബൈ ക്രിസ്റ്റിൻ ഹാന. ക്രിസ്റ്റിൻ ഹാന നല്ലൊരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എഴുതുന്ന ഒരു ഓതറാണ്. ഐ ലവ് ഹർ വർക്ക്സ്. സോ ഇതെനിക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റി ഒരു മൂവി അല്ലെങ്കിൽ ഒരു സീരീസ് എന്തോ ഒന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ഇസ് ദ ക്യൂൻ ഓഫ് ടിയർലിംഗ് സീരീസ്. അപ്പൊ ഇതും ഫസ്റ്റ് ബുക്കേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇത് വായിച്ചിട്ട് എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഐ ബൈ ദ റെസ്റ്റ് ഓഫ് ദ സീരീസ്. അപ്പോൾ ഇതും ഞാൻ എവിടെയോ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങാണ്ട് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഒട്ടുമിക്ക എല്ലാ ബുക്സും ഞാൻ ഇതിലുള്ളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. എല്ലാം തന്നെ മോസ്റ്റ്ലി യൂസ്ഡ് ബുക്സ് ആയിരിക്കും. യൂസ്ഡ് അല്ലാത്തത് ഞാൻ വളരെ റെയർ ആയിട്ടാണ് ഞാൻ ബുക്സ് വാങ്ങാറ്. ക്രിസ്റ്റിൻ ഹാനാസ് നൈറ്റിംഗേൽ. ഇതും ഈ പറഞ്ഞ പോലെ പൈൽ ഓഫ് ഷെയിമിലുള്ളതാണ്. ഞാൻ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്കിത് വായിക്കാൻ പറ്റിയിട്ടില്ല. ഐ ഡു വാണ്ട് ട്രൈ ദിസ് വൺ. സോ ഇതും ഹോപ്പ്ഫുള്ളി. അപ്പോൾ ഇത് ഞാൻ മേ ബി ഹൈ പ്രയോറിറ്റിയിൽ കൊടുക്കാം. കാരണം ഐ ഡു വാണ്ട് ചെക്ക് ഇറ്റ് ഔട്ട് ദിസ് ഇയർ. ദ നെക്സ്റ്റ് വൺ ഇസ് ദ സ്റ്റേഷനറി ഷോപ്പ് ഓഫ് ടെഹ്റാൻ ബൈ മർജൻ കമാലി. ഇത് ഞാൻ എല്ലാവരും നല്ല റിവ്യൂ പറഞ്ഞപ്പോൾ വാങ്ങിയതായിരുന്നു. I know this is something about historical fiction, literary fiction, something around that. ഈ ഓതറിന്റെ ബുക്സ് ഞാൻ വേറെ ഒന്നും വായിച്ചിട്ടില്ല. ഹാരുക്കി മുറഗാമീസ് നോർവീജിയൻ വുഡ്. ഒരുപാട് നല്ല ഒപ്പീനിയൻ കേട്ട ഒരു ബുക്കാണ്. ഞാൻ ഹാരുക്കി മുറഗാമിന്റെ ആകെ ഒരു വർക്കേ വായിച്ചിട്ടുള്ളൂ, വിച്ച് ഇസ് കഫ്ക ഓൺ ദ ഷോർ. അത് എല്ലാവരും അത്ര ഹൈപ്ഡ് ആയിരുന്നു. ബട്ട് എനിക്കത് അത്രയും അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് ഐ ലവ് ദ മാജിക്കൽ റിയലിസം ഇൻ ദാറ്റ്. സോ മേ ബി ഐ വിൽ എൻജോയ് ദിസ് വൺ. The next one is a non-fiction, Phil Knight's Shoe Dog. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നോൺ ഫിക്ഷൻസ് വായിക്കാറേ ഇല്ല. എനിക്ക് മടിയാണ് നോൺ ഫിക്ഷൻസ് വായിക്കാൻ. അപ്പോൾ ഇത് പക്ഷേ ഒരു മെമോയറാണ് ഫ്രം ദ ക്രിയേറ്റർ ഓഫ് നൈക്കി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നൈക്കി ബ്രാൻഡിനെ പറ്റി അറിയുണ്ടാവും. അപ്പോൾ അയാളുടെ കഷ്ടപ്പാട്, അയാൾ എങ്ങനെയാണ് അതുമായിട്ട് ഫോം ചെയ്തത് എന്ന് അറിയാൻ കുറച്ചൊരു ക്യൂരിയോസിറ്റി, അങ്ങനെ വാങ്ങിച്ചൊരു ബുക്കാണ്. ബട്ട് ഹാവിൻ റെഡ് ദിസ്. ദ നെക്സ്റ്റ് വൺ ഇസ് ദ ബിട്രയൽസ് ബൈ ബ്രിഡ്ജറ്റ് കൊളിൻസ്. ബൈൻഡിങ് സീരീസിലെ സെക്കൻഡ് ബുക്കാണെന്ന് തോന്നുന്നു. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അതുകൊണ്ടാണ് ഇത് സെക്കൻഡ് ബുക്ക്. കാരണം ഫസ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ റീഡ് ദിസ് വൺ. കാരണം ഐ ഡോണ്ട് നോ, സം ടൈം ഇൻ ദ ഫ്യൂച്ചർ മേ ബി ഞാൻ ഇതൊക്കെ വായിക്കുമായിരിക്കും. കാരണം ഇതെൻ്റെ ചോയ്സ് ഓഫ് ബുക്കല്ല. ബട്ട് സ്റ്റിൽ ഐ ഗോട്ട് ഇറ്റ് ആസ് എ ഗിഫ്റ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് കാരി സോട്ടോ ഈസ് ബാക്ക്. I love Taylor Jenkins Reid. So this is one of my anticipated ones. അപ്പോൾ എന്തായാലും ഞാൻ ഷുവർലി ഐ വിൽ ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഇൻ ടു ഇറ്റ് ദിസ് ഇയർ. ഈ ഒരു ഓതറിന്റെ 3 ബുക്സും ഞാൻ എൻജോയ് ചെയ്തൊരു ഓതറാണ്, വിച്ച് ഇസ് ലൈക്ക് 7 ഹസ്ബൻഡ്സ്, ഡെയ്സി ജോൺസ് ആൻഡ് മാലിബു റേസിംഗ്. ഇതിനും ഒരു ഹൈ ചാൻസ് ഉണ്ട് ഞാൻ എൻജോയ് ചെയ്യാൻ. അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴത്തൊന്നും വായിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു സീരീസ് ആണ്, വിച്ച് ഇസ് സാറ ജെയിമസ് ഹൗസ് ഓഫ് എർത്ത് ആൻഡ് ബ്ലഡ് സീരീസ്. ഒന്ന് ഹാർഡ് കവറും ഒന്ന് പേപ്പർ ബാക്കും ആണ്. സോ ഇത് രണ്ടും ഇപ്പോഴത്തൊന്നും ഞാൻ വായിക്കാൻ ചാൻസ് ഇല്ല. കാരണം എനിക്ക് സാറ ജെയിമസിന്റെ ബാക്കിയുള്ള സീരീസ് എൻ്റെ കയ്യിലുണ്ട്, അത് വായിച്ച് തീർക്കണം, എന്നിട്ടേക്ക് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഫ്യൂച്ചർക്കുള്ള ബുക്സ് ആണ്. ബട്ട് കണ്ടപ്പോൾ വളരെ ലോ പ്രൈസിന് കാണുമ്പോൾ
വാങ്ങി വെക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. സോ അങ്ങനെ വാങ്ങിയതാണിത്. ദ നെക്സ്റ്റ് വൺ ഇസ് ഓൾ ദ ലൈറ്റ് വി കനോട്ട് സീ. ഇത് ഞാൻ 1-2 വട്ടം വായിക്കാൻ തുടങ്ങിയിരുന്നു. ബട്ട് ആ ഒരു ഹിസ്റ്ററിക്കൽ സെറ്റപ്പ് എന്നെ കണ്ട് ഇൻവെസ്റ്റഡ് ആക്കുന്നില്ലായിരുന്നു. മേ ബി ഡിഫറെന്റ് ടൈമിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ബുക്കാണ്. നെക്സ്റ്റ് വൺ ഇസ് എ YA ബുക്ക് വിച്ച് ഇസ് റേഡിയോ സൈലൻസ്. സോ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കപ്പിൾ ഓഫ് ക്ലാസിക്സ് ആണ്. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് 1984 ബൈ ജോർജ് ഓർവെൽ. അപ്പോൾ ഈ ഒരു ഓത്തറിന്റെ ആനിമൽ ഫാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇതെനിക്ക് തോന്നുന്ന ഒരു സൈഫൈ ബുക്കാണെന്ന് തോന്നുന്നു, സ്പെക്കുലേറ്റീവ്. So hopefully we'll get into it next year. The next one is Jane Austen's മാൻസിഫൈൽഡ് പാർക്കും നോർത്ത് ആങ്കർ അബയും കൂടിയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് രണ്ടും ഈ ബുക്കിൽ തന്നെയാണുള്ളത്. എനിക്ക് ജെയിൻ ഓസ്റ്റനെ ഭയങ്കര ഇഷ്ടമാവാൻ കാരണം ഞാൻ ആ ഒരു ഓതറിന്റെ ഒരുപാട് വർക്ക്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് ഐ ഹാവ് റെഡ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ജെയിൻ ഓസ്റ്റന്റെ ബാക്കി വർക്ക്സ് എനിക്ക് വായിക്കണം നല്ല ആഗ്രഹമുണ്ട്. ബട്ട് ക്ലാസിക്സ് കാണുമ്പോൾ തന്നെ വായിക്കാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. വൺസ് ഐ റീഡ് എനിക്കറിയാം ഐ വിൽ കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി വർത്ത് മൈ ടൈം. ബട്ട് സ്റ്റിൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാരണമാണ് വായിക്കാത്തത്. അടുത്തത് ജെയിൻ ഓസ്റ്റന്റെ ഈ 3 ബുക്സ് ആണ്. എമ്മ, പെർസ്വേഷൻ ആൻഡ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ഓൾറെഡി വായിച്ചതാണ്. ബട്ട് സ്റ്റിൽ ഐ ഡോ വാണ്ട് ടു റീഡ് ഇറ്റ്. സോ ഇതാണ് എന്റെ ക്ലാസിക്സ്. നൗ ദ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇസ് എ സീരീസ് വിച്ച് ഇസ് സ്പിൻ ദ ഡോൺ ആൻഡ് അൺറേവൽ ദ ഡസ്ക്. ഇത് രണ്ടും നല്ല ഹാർഡ് കവർ കോപ്പീസ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നല്ല ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. സോ ഇത് എന്നാന്നറിയില്ല, വൺ ഡേ ഐ വിൽ റീഡ് ഇറ്റ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഫിസിക്കൽ TBR. അപ്പോൾ ഇക്കൊല്ലം ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്ര ഫിസിക്കൽ ബുക്സിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഓഫ് കോഴ്സ് ഓൺ ദ കാരണം കൂടുതലും സീരീസിൽ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കൽ TBR. നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. എൻ്റെ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. I'll see you with another one. Till then, bye bye and take care.